ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവനിക്കുള്ള ഒരു ശിക്ഷ അവനിക്ക് കിട്ടിയിരിക്കും. അവന് ഇവിടെ കിട്ടിയിരിക്കും. നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചാൽ അടി കിട്ടിയിരിക്കും, ചീത്ത കേൾക്കും, നിങ്ങൾ മാനസികമായി ടെൻഷനാവും, പ്രശ്നമാവും, വിഷമത്തോട് വിഷമാവും. നിങ്ങൾ നല്ലത് മാത്രം പ്രവർത്തിക്കാവുമ്പോൾ എല്ലാവരും പ്രശംസിക്കുകയും നല്ല മനുഷ്യൻ കിട്ടുമെന്ന് നിങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കുകയും നിങ്ങളും ആനന്ദിക്കുകയാണ് അവിടെ, അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത്. ഇന്ന് ചെയ്ത് നാളെ കിട്ടില്ല, ഇന്ന് ചെയ്ത് ചിലപ്പോൾ തന്നെ കിട്ടും, ഇന്നെ കിട്ടും, ചിലപ്പോൾ വൈകാതെ കിട്ടും, വൈകാതെ കിട്ടും, ശേഷം കിട്ടുന്നതിന് അങ്ങനെ പ്രയാസവും. ചിലർക്ക് കിട്ടാതെ പോവും. അങ്ങനെ ഉണ്ടോ? കിട്ടാതെ മിസ്സായി പോയി, മിസ്സായും പോവില്ലേ? പക്ഷെ അവരെ മനസ്സിലുണ്ടാവും മറ്റേ ആളുകളാണ് നല്ല മനുഷ്യനാട്ടോ. റസൂള്ള ചോദിച്ചു, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സഹാബകൾ ചോദിച്ചു, റസൂള്ള ആ മയ്യത്ത് സ്വർഗത്തിലോ നരകത്തിലോ? നിങ്ങളെപ്പോലെ തന്നെ സഹാബത്തും. അപ്പൊ റസൂള്ള പറഞ്ഞു, നിങ്ങളെന്ത് പറഞ്ഞെന്ന് ചോദിച്ചു, അല്ലേ? നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളഭിപ്രായം ആ സ്വർഗത്തിലായിരിക്കും. എന്നാ സ്വർഗത്തിലാണ്. ചിലവര് പറയാം നരകത്തിലേക്ക്, എന്നാ നരകത്തില. നിങ്ങളാ തീരുമാനിക്കുന്ന സ്വർഗം നരകം, അല്ലാതെ സ്വർഗം അല്ലാഹുവല്ല. അല്ലാഹുവല്ല, അല്ലെ? ഈ വലിയമായ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് സ്വർഗവും നരകവും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്. ഇങ്ങനെ വരുമ്പം മറ്റുള്ള എല്ലാ മതസ്ഥർക്കും അവരുടേതായ കാഴ്ചപ്പാട് ഉണ്ടല്ലോ. അങ്ങനെ മറ്റുള്ള നമ്മളിപ്പോൾ ഇസ്ലാം മതം മറ്റുള്ള മതത്തിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിനെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ കൃഷ്ണനെയും ബ്രാഹ്മനെയും എല്ലാവരും ആരാധിക്കും, അല്ലേ? ബുദ്ധനെയും യേശുവിനെയും ഒക്കെ ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട്. നിങ്ങൾ നമസ്കരിക്കുന്ന ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം കണ്ടിട്ടുണ്ടോ? ബിസ്മില്ലാഹി പോലും അറിയില്ല നിങ്ങൾക്ക്. പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ ബിസ്മില്ലാഹി അറിയാം? കണ്ടിട്ടുണ്ടോ? അറിയും, പറയാൻ അറിയും. അള്ളാഹിന്റെ നാമത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ബിസ്മില്ലാഹി പോലും അറിയില്ല. നിങ്ങൾ ബിസ്മില്ലാഹിയെ കണ്ടാൽ ആ ബിസ്മില്ലാഹിന്റെ വിശുദ്ധ രൂപമാണ് ഫാത്തിഹ. അതാ ഉമ്മുൽ ഖുർആൻ ഇമാമുമാണ് ഫാത്തിഹ. ആ ഉമ്മുൽ ഖുർആനായ റസൂലുള്ളാഹിയെ കാണിക്കുന്നതാണ് ഫാത്തിഹ. നിങ്ങൾ ആ റസൂലുള്ളാഹിയെ കണ്ടറിഞ്ഞ് ആ റസൂലുള്ളാഹിക്ക് റുക്കൂം സുജൂദ് ചെയ്ത് നമസ്കരിക്കലാണ് നിങ്ങളുടെ നമസ്കാരം. ഫാത്തിഹയിലൂടെ കണ്ട്, അതാണ് ഇഹ്സാൻ നമസ്കാരം. അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കണം. ആ ഫാത്തിഹയിലൂടെ അള്ളാഹുവിനെ കാണാൻ കഴിയണം. സൗകര്യം കിട്ടുമ്പോൾ നമ്മൾ കാണിക്കാം. പറഞ്ഞൊരു ചോദ്യേ, ബിംബം ആരാധന, ഹിന്ദുക്കള് ബിംബത്തിനെയാണല്ലോ ആരാധന. അങ്ങനെ ആ കൃഷ്ണനും രാമനെയും കാണിക്കുന്നില്ലല്ലോ, ബുദ്ധനെ എല്ലാവരെയും, അല്ലേ? ആ രൂപത്തെ സൃഷ്ടിക്കുകയും അതിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവ് ഊതി, പ്രപഞ്ച ഭഗവാൻ ആ ആത്മാവ് ശരീരത്തെ സൃഷ്ടിക്കുകയും അതിലേക്ക് ശ്വസനത്തിലൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് കാണുന്നു, കേൾക്കുന്നു, അറിയണം, പ്രവർത്തിക്കുന്നു, എല്ലാം ആവശ്യമായതെല്ലാം പ്രവർത്തിക്കുന്നതും ആ പരമാത്മാവ് ഈശ്വരനാണ്, അള്ളാഹുവാണ്. അപ്പം അത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ദൈവമല്ലേ? രാമൻ ദൈവമല്ലേ? യേശുവും നിങ്ങളും ഞാനും. ചില വീഡിയോയിൽ ആളുകൾ പറഞ്ഞു ബാബ ഫുർറാമനാണ്, ബാബ ഞാൻ അള്ളാഹുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളിലും എന്നിലും എല്ലാവരിലും ആ പരമാത്മാവായ അള്ളാഹുവാണുള്ളത്. ബാബ പറഞ്ഞ അത് കട്ടാക്കിയാണ്ട് നിങ്ങൾ പറഞ്ഞത് പറയണില്ല. ബാബ ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞ് അത് മാത്രം എടുത്തു വിടുന്നു. ബാബ പറഞ്ഞു ഞാനും നിങ്ങളും അത് തന്നെ, നിങ്ങളും ഞാനും അത് തന്നെയാണ്. ആ പരമാത്മാവായ അള്ളാഹുവാണ്, ഈശ്വരനാണ്. അവന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി സകലമാനത്തെ മനുഷ്യ സ്വരൂപത്തെയും സൃഷ്ടിക്കുകയും എന്നിട്ട് ആ സ്വരൂപത്തിൽ സ്വപ്നത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് അതിലെ നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നത് പരമാത്മാവായ ഈശ്വരനാണ്, അള്ളാഹുവാണ്. അതാണ് ആദിമ മനുഷ്യൻ മുതൽ ബീജാന്തരങ്ങളുടെ ജന്മാന്തരങ്ങളുടെ ദൃശ്യമായി വന്നിരിക്കുക എല്ലാ മനുഷ്യരും ജീവജാലങ്ങൾ ആ പരമാത്മാവായ ഈശ്വരനാണ്. അതാണ് കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും മുഹമ്മദും നിങ്ങളും ഞാനും ആ യാഥാർത്ഥ്യമാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാബ യാഥാർത്ഥ്യമാണ്, അള്ളാഹു എന്ന് പറഞ്ഞ് ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കട്ടെ. എനിക്കൊന്നും പറയാനില്ല. ഓക്കെ.